ഗൈസ്, ഇന്നൊരു വ്ളോഗാണ്. ഞങ്ങളിന്നൊരു ട്രിപ്പ് പോകുന്നുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചിട്ടുള്ള ചെറിയൊരു വ്ളോഗാണ് കേട്ടോ. ആദ്യം തന്നെ ഞങ്ങൾ ബസ്സിൽ കയറി, ബസ് സ്റ്റാർട്ട് ചെയ്ത പാട്ട് വെച്ചു. പിന്നെ എല്ലാവരും അടിച്ച് പൊളിച്ച് ഡാൻസൊക്കെ കളിയായിരുന്നു കേട്ടോ. പിന്നെ കുറച്ച് മണിക്കൂറുകൾക്ക് ശേഷം ഞങ്ങൾ മലമ്പുഴയിലെത്തി. അപ്പോൾ ഇവിടെയാണ് കേട്ടോ ഞങ്ങളുടെ വണ്ടി പാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഈ സ്ഥലത്ത് ഇവിടെ കുറേ കച്ചവടക്കാരുണ്ട്. പിന്നെ ഇവിടെ നിന്നിട്ട് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാവരും കഴിക്കുമായിരുന്നു. ഞങ്ങൾ പിന്നെ വീട്ടിൽ നിന്ന് കഴിച്ചു വന്ന കാരണം ഞങ്ങളങ്ങനെ കഴിച്ചില്ല കേട്ടോ. പിന്നെ ഞങ്ങൾ ഇവിടുന്ന് നേരെ റോപ്പ് വേ സ്റ്റേഷനിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ ആദ്യമായിട്ടാണ് അതൊരു എക്സ്പീരിയൻസ് ചെയ്യാനായിട്ട് പോകുന്നത്. ഞങ്ങൾ നല്ല എക്സൈറ്റഡ് ആയിരുന്നു. ഞങ്ങൾ തന്നെ വലിയമ്മയാണ് കേട്ടോ കൊണ്ടുപോയത്. അപ്പോൾ ഞങ്ങൾക്ക് ആദ്യമായിട്ടാണ് മലമ്പുഴയ്ക്ക് ഒരുപാട് വട്ടം വന്നിട്ടുണ്ടെങ്കിലും ഞങ്ങൾ ഇതുവരെയായിട്ടും അങ്ങനെ ആ ഒരു കാര്യത്തിലേക്ക് ഞങ്ങൾ പോയിട്ടില്ല കേട്ടോ. ഞങ്ങൾ അത് കയറാനായിട്ട് ഞങ്ങൾ പോയിട്ടില്ല. അപ്പോൾ ആദ്യമായിട്ടാണ് പോകുന്നത്. അതിൻ്റെ എക്സൈറ്റ്മെൻ്റ് ഒക്കെ ഉണ്ട്. കുറച്ച് പേടിയുണ്ട് കേട്ടോ. കാര്യം എന്താ സംഭവം എന്നൊന്നും അറിയില്ല. ആദ്യമായിട്ടാണല്ലോ ഇങ്ങനൊരു കാര്യത്തിലേക്ക് ഞങ്ങൾ കിടക്കുന്നത്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ടെൻഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ 2 ആൾ വെച്ചിട്ട് കയറാൻ പറ്റുള്ളൂ. ടിക്കറ്റിൻ്റെ പൈസ എന്ന് പറഞ്ഞാൽ ഫാമിലി ആയിട്ടാണെങ്കിൽ 241 അത്ര തൊട്ടാണ്. അപ്പോൾ ഞാനും എൻ്റെ ചേച്ചിയുടെ മോനും കൂടിയിട്ടാണ് കേട്ടോ കയറിയത്. അവന് നന്ദുമേമ്മയുടെ കൂടെ എൻ്റെ കൂടെ കയറണം എന്ന് പറഞ്ഞിട്ട് നല്ല വാശിയായിരുന്നു. അപ്പോൾ ഞാനും അവനും കൂടിയിട്ടാണ് കയറിയത്. ആദ്യം കുറച്ച് പേടിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അത് അങ്ങോട്ട് സെറ്റായി വരും. പിന്നെ നമ്മൾ നന്നായിട്ട് അത് എൻജോയ് ചെയ്ത് വരും കേട്ടോ. അപ്പോൾ ആദ്യം ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞ് നമുക്ക് അവിടുത്തെ എല്ലാ കാര്യങ്ങളും കവർ ചെയ്തിട്ട് ഇങ്ങോട്ട് കാണാനായിട്ട് കഴിയുന്നുണ്ട്. പിന്നെ അവിടെ നിന്ന് ഇങ്ങോട്ട് തിരിച്ച് വരും. റിട്ടേൺ ഈ പോയ വഴി തന്നെയാണ് തിരിച്ചു വരിക കേട്ടോ. അപ്പോൾ ഞങ്ങളിങ്ങനെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് നല്ല അടിപൊളിയായിട്ട് പോയോണ്ടിരിക്കുകയാണ്. അവൻ എന്തൊക്കെയാ പറയുന്നത് എനിക്കറിയില്ല ഗൈസ്. എന്താ പിരാനാന്ന്? പിരാന്ന് പല്ല് മൂത്തില്ല ആ സാധനം നല്ല പല്ല. നമ്മളോട് തിരിച്ചു വരും. അതിനുശേഷമാണ് ഞങ്ങൾ ഇതിൻ്റെ ഉള്ളിലേക്ക് മലമ്പുഴയുടെ ഉള്ളിലേക്ക് കിടക്കണത്. അപ്പോൾ അവിടെ നിന്ന് ടിക്കറ്റ് എടുക്കണം. 30 രൂപയാണ് വലിയവർക്ക് വരുന്നത്. കുട്ടികൾക്ക് എത്ര 20 അത്ര തൊട്ടാണ്. അപ്പോൾ ഞങ്ങൾ ആദ്യം തന്നെ പാർക്കിൻ്റെ ഉള്ളിലേക്കാണ് കടന്നത്. നല്ല വെയിലാണ്. അപ്പോൾ ഡാമിൻ്റെ അവിടേക്ക് കിടക്കാൻ ഇത്തിരി നല്ല റിസ്ക്കാണ് കേട്ടോ. നല്ല വെയിലായിരുന്നു ഞങ്ങൾ പോയ സമയത്ത്. അപ്പോൾ ആദ്യം എന്തായാലും അതിൻ്റെ ഉള്ളിൽ കിടന്നിട്ട് കളിക്കണം എന്ന് പറഞ്ഞ് വാശിയായിരുന്നു. അപ്പോൾ ഞങ്ങൾ നേരെ പാർക്കിൻ്റെ ഉള്ളിലേക്ക് കടന്നു. പിന്നീട് ഞങ്ങൾ ഡാം കാണാനായിട്ട് പോവാണ്. അപ്പോൾ അത്യാവശ്യം നല്ല ദൂരം ഉണ്ട് കേട്ടോ. ആ സ്റ്റെപ്പുകളൊക്കെ കയറിയിട്ട് വേണം ഡാമിൻ്റെ അവിടേക്ക് എത്താനായിട്ട്. പിന്നീട് ഞങ്ങൾ തൂക്കുപാലത്തിൻ്റെ അതിനെ പുറത്തേക്ക് പോകാമെന്ന് വിചാരിച്ചിട്ട് അതിനെ കിടക്കാനായിട്ട് പോവാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ മലമ്പുഴ എല്ലാം ചുറ്റി കണ്ടിട്ട് ഞങ്ങൾ പുറത്തേക്ക് പോകാനായിട്ട് പോവാണ്. എൻട്രൻസിൻ്റെ അവിടെ തന്നെ നല്ല ഭംഗിയാണ് കേട്ടോ കാണാനായിട്ട്. പൂക്കളും ഇങ്ങനെ ആനയുടെ ഓരോ രൂപങ്ങൾ കാര്യങ്ങളൊക്കെ ഉണ്ട്. നല്ല രസമാണ് കാണാനായിട്ട്. ഒരു ട്രെയിനിൻ്റെ അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ മലമ്പുഴയിൽ നിന്ന് ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി. ഇനി അടുത്ത് പോകാൻ പോകുന്നത് ആദിയോഗി കാണാനാണ്. അപ്പോൾ ആദിയോഗി കാണാൻ പോകുന്ന വിശേഷങ്ങളായിട്ട് മറ്റൊരു വീഡിയോയിൽ കാണാം. അപ്പോൾ ബൈ.